കൂട്ടുകാർക്ക് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് വചനങ്ങൾ പഠിച്ചാലോ? വിശുദ്ധ ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ പറയുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 73 പുസ്തകങ്ങളുടെ പേരുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 73 വചനങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ ഓരോ പുസ്തകത്തിൽ നിന്നും ഓരോ വചനം വീതം അങ്ങനെ 73 വചനങ്ങൾ പഠിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നീ ഒരു അനുഗ്രഹമായിരിക്കും. 12:2. കർത്താവിന്റെ ശക്തിയും സംരക്ഷണമാകുന്നു. പുറപ്പാട് 15:2. നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്നതാൻ നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ്. ലേവ്യർ 19:2. കർത്താവ് ക്ഷമാശീലനും അതിന്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്നതിനുമാണ്. സംഖ്യ 14:18. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിയമാവർത്തനം 5:7. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ന്യായാധിപന്മാർ 6:16. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. റൂത്ത് 2:12. നിന്റെ വാക്ക് ഞാൻ ശ്രമിച്ചിരിക്കുന്നു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. 1 സാമുവേൽ 25:35. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. 2 സാമുവേൽ 2:6. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാനും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. 1 രാജാക്കന്മാർ 3:12. ഞാൻ നിന്നെ കണ്ണിൽ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 2 രാജാക്കന്മാർ 20:5. കർത്താവ് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. 1 ദിനവൃത്താന്തം 16:8. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. 2 ദിനവൃത്താന്തം 1:12. നിങ്ങൾ കർത്താവിന്റെ വിശുദ്ധരാണ്. എസ്രാ 8:28. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്, നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. നെഹമ്യ 8:10. മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവ്വം ചെയ്യുക. നിന്റെ പെരുമാറ്റം ചുറ്റിയുള്ളതായിരിക്കണം. തോബിത്ത് 4:14. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യോദിൽ 4:13. കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയാ എന്നെ സഹായിക്കണമേ. അങ്ങെല്ലാം അറിയുന്നുവല്ലോ. എസ്എൽ 14:14. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുമേ, നിയമത്തിൽ ഉറച്ചു നിൽക്കുമേ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. 1 മക്കബായർ 2:64. അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. 2 മക്കബായർ 6:16. സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനുള്ള ഭക്തിയാണ് അപേക്ഷിക്കുന്നത്. ജോബ് 6:14. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ എതിരാൻ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനങ്ങൾ 23:4. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. സുഭാഷിതങ്ങൾ 23:22. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. സഭാപ്രസംഗകൻ 3:1. പ്രേമം മരത്തെ പോലെ ശക്തമാണ്, അസൂയ ചെവിക്കുഴി പോലെ ക്രൂരവുമാണ്. ഉത്തമഗീതം 8:6. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ. ജ്ഞാനം 1:12. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. പ്രഭാഷകൻ 10:5. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കൊടത്തിയെ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:13. മാതാപിതാക്കൾ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജെറമിയ 1:5. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാര്യം അവസാനിക്കുന്നില്ല. വിലാപങ്ങൾ 3:22. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും. ബാറൂക്ക് 5:3. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. എസെക്കിയേൽ 11:19. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിരലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. ദാനിയേൽ 10:10. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോസിയ 6:6. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ജോയൽ 2:32. തിന്മയല്ല, നന്മ അന്വേഷിക്കുകയും നിങ്ങൾ ജീവിക്കും. ആമോസ് 5:14. നീ പ്രവർത്തിച്ചതുപോലെ നിങ്ങളുടെ പ്രവൃത്തികൾ, നിന്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ തലയിൽ നിയന്ത്രിക്കും. അബാദ്യ 1:15. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടെ എനിക്ക് ഉത്തരം നൽകി. യോന 2:2. എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിന്റെ വെളിച്ചമായിരിക്കും. മിക്ക 7:8. കർത്താവ് നല്ലവരും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നാഹും 1:7. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഹബക്കൂക്ക് 3:18. നിന്റെ ദൈവമായ കർത്താവ് വിജയനൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. സെഫാനിയ 3:17. ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. ഹഗായി 2:50. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും.
സക്കറിയ 1:3. അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമായിരിക്കും. മലാക്കി 3:12. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മത്തായി 5:44. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക. മാർക്കോസ് 5:34. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:7. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. റോമ 12:21. സ്നേഹമാണ് സർവോത്കൃഷ്ടം. 1 കൊരിന്തോസ് 13:13. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. 2 കൊരിന്തോസ് 9:15. ഞാൻ മാതാവിധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്യ 1:15. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിന്റെ പിതാവിനെ ബഹുമാനിക്കുക. എഫേസോസ് 6:2. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. കൃതജ്ഞതാപരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. കൊളോസോസ് 4:2. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:7. സഹോദരരെ, നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത്. 2 തെസ്സലോനിക്ക 3:13. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 1 തിമോഥെയോസ് 6:6. യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. 2 തിമോഥെയോസ് 2:3. നീ എല്ലാ വിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. തീത്തോസ് 2:6. ക്രിസ്തുവിൽ എന്റെ ഹൃദയത്തെ നീ ഉന്മേഷവർദ്ധമാക്കുക. ഫിലമോൻ 1:20. കർത്താവാണ് സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. ഹെബ്രായർ 13:6. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് തന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. യാക്കോബ് 4:17. ദൈവത്തിന്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6. സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുമേ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. 2 പത്രോസ് 1:10. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. 1 യോഹന്നാൻ 3:1. ഇതാണ് സ്നേഹം, നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. 2 യോഹന്നാൻ 1:6. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന് സ്വന്തമാണ്, തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. 3 യോഹന്നാൻ 1:10. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. യൂദാസ് 1:20. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതൻ. വെളിപാട് 1:3. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വെക്കേഷനിൽ ഇതുപോലെ പഠിക്കാൻ ശ്രമിക്കണേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.